മനുഷ്യരാശിയുടെ നിലനിൽപ്പ് കുടുംബങ്ങളിലൂടെയാണ്. വിവാഹവും കുടുംബജീവിതവുമാണ് ഭൗതികമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനശില എന്ന് പറയാം. വിഷ്ണുപുരാണത്തിൽ ഗൃഹസ്ഥന് സന്യാസിമാരേക്കാൾ ഋഷിമാരേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ അധ്യായത്തിൽ ഉത്തമമായിട്ടുള്ള കുടുംബജീവിതം ലഭിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും ഉള്ള അതിമഹത്തായ 3 മന്ത്രങ്ങളാണ് നൽകുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീയായാലും പുരുഷനായാലും പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ്. അതുപോലെ അവർ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതും അവരുടെ സ്വപ്നമാണ്. എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹത്തിലൂടെ അത് സാധ്യമാക്കാൻ കഴിയുക? ജാതകപ്പൊരുത്തം, ഗ്രഹദോഷങ്ങൾ എന്നിവയൊക്കെ വിവാഹത്തെയും കുടുംബജീവിതത്തെയും ചെറുതായിട്ടൊന്നുമല്ല സ്വാധീനിക്കുന്നത്. അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമായ കാര്യവുമല്ല. എന്നാൽ ജഗദീശ്വരിയുടെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ മോചനം നേടാനാവും. ചേരാത്ത ജാതകങ്ങൾ തമ്മിലുള്ള വിവാഹം, അതുപോലെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താവ് എന്നിവർ തമ്മിലുള്ള യോജിപ്പില്ലായ്മ മൂലം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന വിഷമതകൾ, ഇവയൊക്കെ പരിഹരിക്കണമെങ്കിൽ ഉത്തമമായ നല്ല രീതിയിലുള്ള ദാമ്പത്യ ബന്ധം കുടുംബത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ സാധ്യമാകൂ. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങളും അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകുന്ന മോശമായിട്ടുള്ള നിരവധി അനുഭവങ്ങളും സർവ്വസാധാരണമായിരിക്കുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. ലളിതാ സഹസ്രനാമത്തിലെ 3 മന്ത്രങ്ങൾ 2 ബീജാക്ഷരങ്ങൾ മാറി മാറി ചേർത്തുകൊണ്ട് 2 രീതിയിൽ ജപിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായി, അവിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനായിട്ട് ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്ത് 3 മന്ത്രങ്ങൾ ഇപ്രകാരം ജപിക്കണം. ഓം ഹ്രീം രമാദേവ്യൈ നമഃ. ഓം ഹ്രീം രതിരൂപായൈ നമഃ. ഓം ഹ്രീം രതിപ്രിയായൈ നമഃ. ഇവയാണ് 3 മന്ത്രങ്ങൾ. ഏതെങ്കിലും ദേവീക്ഷേത്ര സന്നിധിയിലോ പൂജാമുറിയിലോ സന്ധ്യാനേരങ്ങളിൽ ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ടോ ഈ മന്ത്രം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് 11 പ്രാവശ്യം ജപിക്കുക. തിങ്കളാഴ്ച തോറുമാണ് ജപിക്കുന്നത് എങ്കിൽ 21 തിങ്കളാഴ്ചകൾക്കുള്ളിൽ വിവാഹം നടക്കുന്നതാണ്. ശ്രീ പാർവതീദേവിയുടെ സന്നിധിയിൽ സ്വയംവര മന്ത്രപുഷ്പാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. 11 തിങ്കളാഴ്ചകൾ കൊണ്ട് ഈ അവരുടെ വിവാഹം നടക്കുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ലളിതാ പരമേശ്വരിയുടെയോ ശ്രീ പാർവതീദേവിയുടെയോ രൂപം നന്നായി മനസ്സിൽ ധ്യാനിക്കുക. ജാതകവശാൽ വിവാഹ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ തീരെയില്ല എന്നാണെങ്കിൽ 41 പ്രാവശ്യം ഈ മന്ത്രങ്ങൾ തിങ്കളാഴ്ച തോറും ജപിക്കുക. ശിവപാർവതീ സന്നിധിയിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. 41 തിങ്കളാഴ്ചകൾക്കുള്ളിൽ തീർച്ചയായിട്ടും വിവാഹം ഉണ്ടാകും. ഇനി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തു ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് ഹ്രീം എന്നതിന് പകരം ലക്ഷ്മി ബീജമായിട്ടുള്ള ശ്രീം എന്ന് ചേർത്താണ് ഇവ ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്. ഓം ശ്രീം രതിരൂപായൈ നമഃ. ഓം ശ്രീം രതിപ്രിയായൈ നമഃ. ഓം ശ്രീം രമായൈ നമഃ. മാനസികമായി ദമ്പതികൾ തമ്മിലുള്ള അനിഷ്ടം മാറുന്നതിനും അകലം മാറുന്നതിനും ഇത് ഉത്തമമാണ്. ഈ മന്ത്രങ്ങൾ മക്കൾക്കു വേണ്ടി മാതാപിതാക്കൾക്കും ജപിക്കാവുന്നതാണ്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ മടിയിലായി മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട്
ഈ മന്ത്രങ്ങൾ 11 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യമോ ജപിക്കാം. ശുദ്ധമായ ഏതെങ്കിലും ഒരിടത്ത് വച്ചോ പൂജാമുറിയിലോ വിഷ്ണുവിൻ്റെയോ ലക്ഷ്മിയുടെയോ ക്ഷേത്രം എന്നീ സന്നിധികളിൽ ഈ മന്ത്രം ഉരുവിടാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖം ഇല്ലാതെയാകുവാനും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകലുന്നതിനു വേണ്ടി ആരെങ്കിലും ദോഷകരമായ രീതിയിൽ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മാറുന്നതിനും ഈ മന്ത്രങ്ങൾ ജപിക്കാം. വെള്ളി, ചൊവ്വ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രങ്ങൾ സന്ധ്യാസമയത്ത് ജപിക്കാവുന്നതാണ്. ഭാര്യയും ഭർത്താവും ഈ മന്ത്രങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്തിപൂർവ്വം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ജപിച്ചാൽ മതിയാകും. ഭാര്യയും ഭർത്താവും അഭിമുഖമായിട്ടിരുന്ന് ഭർത്താവിൻ്റെ നെറ്റിയിൽ ശ്രീ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഭാര്യയും ഭാര്യയുടെ മൂർധാവിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഭർത്താവും 11 പ്രാവശ്യം ഈ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ആ വീട്ടിൽ നിന്നും ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവുകയില്ല എന്നത് മാത്രമല്ല, കുടുംബകലഹം എത്തി നോക്കുക പോലുമില്ല. എൻ്റെ ഗുരുനാഥൻ ഈ രീതി പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതും പരീക്ഷിച്ച് ഫലമറിഞ്ഞിട്ടുള്ളതുമാണ്. ശ്രീം എന്ന ബീജം ചേർത്തിട്ടുള്ള ഈ മന്ത്രങ്ങൾ ദമ്പതിമാരുടെ അച്ഛനോ അമ്മയോ അല്പം കുങ്കുമമെടുത്ത് അതിൽ മോതിരവിരൽ സ്പർശിച്ചുകൊണ്ട് 41 പ്രാവശ്യം മന്ത്രം ജപിച്ച ശേഷം അത് ഭാര്യാഭർത്താക്കന്മാർ നെറ്റിയിൽ തൊടാനായിട്ട് നൽകുക. അവർ തമ്മിൽ ഒരിക്കലും പിണക്കമുണ്ടാകാതെ സ്നേഹപൂർവ്വം ജീവിതം നയിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാവുന്ന ഈ വീഡിയോ ഇത് കാണുന്നവർ കഴിയുന്നത്ര പേർക്ക് ഷെയർ ചെയ്തും പറഞ്ഞു കൊടുത്തും എല്ലാവരിലും ഈ നല്ല അറിവുകൾ എത്തിക്കണമെന്ന് ജഗദീശ്വരിയായിട്ടുള്ള ലളിതാംബിക പരമേശ്വരിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സനാതനമായ ഇത്തരം അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തുക വഴി ഭാരതീയ പൗരാണിക സനാതന സംസ്കൃതിയുടെ സന്താനങ്ങളായി നിരവധി കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിനും ശാശ്വതമായ സന്തോഷവും സുഖകരമായ അന്തരീക്ഷവും കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനും സാധ്യമാവുകയും ചെയ്യും. ജഗദീശ്വരിയായിട്ടുള്ള ആദിപരാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.